ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാടാണ്, നാടല്ല, സൂക്ഷിക്കണം. കൊറേ വണ്ടിക്കാരുണ്ടച്ചാ, എല്ലാരും ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ ആ ഒരു മിനിറ്റ്. ആ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വന്നല്ലോ. ഇത് വെച്ചോളൂ. എന്താ ഇത്? ഇതെന്താണെന്ന് നമുക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? അതല്ല, എന്റെ നേരെ നീട്ടുന്ന എന്തിനാണെന്നാ ചോദിച്ചത്. എന്റെ അമ്മയെ 2 ദിവസത്തേക്ക് എന്നോട് ഉണ്ടാവില്ല. അപ്പൊ ഇവിടുത്തെ ചെലവിന് വേണ്ടിട്ട് ഞാൻ അമ്മയ്ക്ക് തരുന്ന കാശാണിത്. അമ്മ ഇവിടുത്തെ കാര്യങ്ങൾ അമ്മ നോക്കുന്നുണ്ട്, അമ്മയ്ക്ക് തരുന്നു. ഇപ്പൊ അച്ഛനാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ അച്ഛന്റെ കയ്യിലല്ലേ ഞാൻ കൊടുക്കുക. കാര്യങ്ങൾ നടക്കണേ നമുക്ക് കാശ് വേണ്ടേ? എന്നാ ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകാൻ എനിക്ക് നിന്റെ ഈ കാശ് വേണ്ട. നീ എന്തൊക്കെ ഭാമ ഈ പറയുന്നേ? ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ട അവനല്ലാതെ ആരാ? നമ്മുടെ മോല്ലേ? നമ്മുടെ ചെലവിനുള്ള കാശ് അവൻ തരുന്നതേ. അത് തരാനുള്ള അവകാശം അവനും, അത് വാങ്ങി ചെലവാക്കാനുള്ള അവകാശം നിനക്കും ഉണ്ട്. അങ്ങനെയല്ലല്ലോ ഇത്രയും കാലം കഴിഞ്ഞത്. കുടുംബത്തെ കാര്യങ്ങളൊക്കെ ഞാനല്ലേ നോക്കിക്കൊണ്ടിരുന്നത്. അത് നമ്മുടെ കുടുംബമൊന്നും ഉണ്ടായിരുന്ന സമയത്തല്ലേ? അന്ന് നമ്മുടെ പറമ്പിൽ നിന്നുള്ള ആദായം മാത്രം മതിയായിരുന്നു നമ്മുടെ കുടുംബം കഴിഞ്ഞങ്ങോട്ട് പാൻ. ഇന്ന് അതാണോ സ്ഥിതി? വീടുണ്ടോ, പറമ്പുണ്ടോ, വരായി കൊല്ലം ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ആകെ ഉള്ളതേ ജീർണിച്ച് ഇപ്പോഴും കൈവിടാതെ സൂക്ഷിക്കുന്ന കാലഹരണപ്പെട്ട പുറമോടി ഒന്നു മാത്രമാ. ഒന്നുമില്ലാത്തതേ പുറത്തഴിക്കാതിരിക്കാൻ മുഖത്തെ വെട്ടി ഒട്ടിച്ചു വെച്ചിരിക്കുന്ന മുഖം മൂടി. അതിന്റെ ബലത്തിലാ ഭാമയെ പണം വേണമെന്ന് പറയുന്നെങ്കിൽ ഒരു കാര്യം ഭാമ മനസ്സിലാക്കാം, നീ ഇനിയും ഒരുപാട് പഠിക്കേണ്ടിയിരിക്കും. പണവേ അത് മഹാലക്ഷ്മിയാ ഭാമേ. അതിനെ നിന്ദിച്ചാ പിന്നെ അതിനെ കണി കാണാൻ കൊതിക്കും. രാഘവേട്ട, സത്യഭാമ പണം ഇന്നും ഇന്നലെ അല്ല കാണാൻ തുടങ്ങിയത്. അതുകൊണ്ട് പണത്തോടുള്ള ആർത്തിയും എനിക്കില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനുള്ള പണം ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അത് തീരുമ്പോ ഉണ്ടാക്കാനുള്ള വഴിയും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഓ, അപ്പൊ എന്നെ ഒഴിവാക്കാണ്? എടാ, നിന്റെ കാശിന് ഇന്ന് അവകാശികളുണ്ട്. അതീ പങ്കുപറ്റാൻ ഈ സത്യഭാമയെ കിട്ടില്ല. സത്യഭാമ ചിലപ്പോ പട്ടിണി കിടക്കുമായിരിക്കും, എന്നാലും അന്തസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ചെയ്യില്ലടാ. ഇതേ അന്തസ്സല്ല, ഇത് അങ്ങേയറ്റത്തെ അഹംഭാവ. നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കുന്നുള്ള തന്റെ ഇടം. നിങ്ങൾക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മടിയാ. അത് തന്നെ. എന്റെ കാശിന് വിലയില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ ശരിക്കും ആരാ? ഞാൻ ഈ കൂപ്പിലും കാട്ടിലും പോയിട്ട് ഉറക്കൊടിച്ച് പണിയെടുക്കണ ആർക്ക് വേണ്ടിട്ടാ? എനിക്ക് നിങ്ങളെ മനസ്സിലാവണില്ല. നിങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കണതും എന്താണെന്നും എന്തിനാണെന്നും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഭാമേ, ഭാമേ, നീ ആ കാശ് വാങ്ങിച്ചേ. അതെ, അതവൻ മനസ്സറിഞ്ഞ് നിനക്ക് വച്ചു നീട്ടിയതാ. ഈ കാശ് നീ എത്ര നിഷേധിച്ചാലും ഒരിക്കൽ നീ അതിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു നിമിഷം വരും. 1 രൂപയ്ക്ക് വേണ്ടി തെണ്ടെടുക്കുന്ന ഒരു ദിവസം വരുമെന്ന് അന്ന് ഈശ്വരൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. നീ ഇപ്പൊ കാണിക്കുന്നതിനെല്ലാം അന്നേ നീ പഠിക്കത്തുള്ളേ. അന്നേ നീ ഇതിനെല്ലാം പ്രായശ്ചിത്വം ചെയ്യൂ.